ദേശാഭിമാനി ഞായറാഴ്ച പ്രസിദ്ധീകരിക്കാറുള്ള വാരാന്ത്യ പതിപ്പ് ഇന്ന് പുറത്തിറക്കിയില്ല. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ഫീച്ചർ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അച്ചടിച്ച വാരാന്ത്യ പതിപ്പ് വായനക്കാരിൽ എത്തിക്കാതിരുന്നത്. ഇതോടെ VS അച്യുതാനന്ദനെ കുറിച്ച് എഴുതിയ ലേഖനവും പുറത്തിറങ്ങിയില്ല. വീണ്ടും മുഴങ്ങുന്നു കടലിരമ്പം എന്ന തലക്കെട്ടിൽ മുൻ പ്രസ് സെക്രട്ടറി KV സുധാകരനാണ് ലേഖനം എഴുതിയത്. എന്നാൽ ഈ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതം എന്നാണ് ദേശാഭിമാനിയുടെ വിശദീകരണം. കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനം ദേശാഭിമാനിയിൽ ഇല്ല എന്നും വാരാന്ത്യ പതിപ്പ് നാളെ വായനക്കാരിലേക്ക് എത്തുമെന്നും M സ്വരാജ് പറഞ്ഞു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഈ കാര്യം ആരാഞ്ഞത്. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ദേശാഭിമാനിയുടെ കൂടി ഭാഗമായിരുന്ന സഖാവ് KV സുധാകരന്റെ അനുസ്മരണ ലേഖനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും യാതൊരു അവ്യക്തതയോ ആശങ്കയോ ഇല്ല. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത്യ പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. ഏതായാലും നമ്മോടൊപ്പം ഇല്ലാത്ത VSനെ പോലൊരാളെ ഇത്തരം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വിവാദങ്ങളിലേക്ക് ദയവായി വലിച്ചിഴക്കരുത്. ദേശാഭിമാനിയെ സംബന്ധിച്ചും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഉചിതമായില്ല. പൂർണ്ണമായും ഈ വാർത്ത തെറ്റാണ്. അതാണ് പറയാനുള്ളത്. അതാരാ? ഇല്ലല്ല, ഞങ്ങളുടെ മുൻപാകെ വരുന്നൊരു പ്രശ്നമേ അല്ല അത്. ഞങ്ങളുടെ മുമ്പിലുള്ളൊരു പ്രശ്നമല്ല. നിങ്ങൾ ഈ പറഞ്ഞ ആളെ ഞാൻ അറിയുകയില്ല. ഓക്കെ. അതേസമയം കള്ളൻ വിജയൻ എന്ന പേരിൽ ഫീച്ചർ എഴുതിയ TC രാജേഷ് സിന്ധു പിഴവ് തന്റേതാണ് എന്ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരാളെ അറിയില്ല എന്നാണ് സ്വരാജിന്റെ മറുപടി. അതിപ്പോൾ നമ്മൾ കേട്ടു. റഹീസ് റഷീദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ്, ഇപ്പോൾ M സ്വരാജിന്റെ വിശദീകരണം കേട്ടുകഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു, സാങ്കേതികമായ പിഴവ് മൂലം സംഭവിച്ചു പോയിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. നാളെ വാരാന്ത്യ പതിപ്പ് അച്ചടിക്കും, അച്ചടിച്ച പ്രസ്സിലുണ്ടായിരുന്ന പിഴവ് അത് പരിഹരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ വിശദീകരണം തൃപ്തികരമാണോ? ഇതോടെ ഈ വിവാദം അവസാനിക്കും? ഷിഹാസ്, M സ്വരാജ് പറഞ്ഞ ചില കാര്യങ്ങൾ സത്യവും ചില കാര്യങ്ങൾ അസത്യവുമാണ്. അതായത് ഇന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കിയില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. കാരണം സാങ്കേതിക പ്രശ്നങ്ങളാണ്. പക്ഷെ ആ സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ലേഖനം KV സുധാകരന്റേത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാത്തത് എന്നതായിരുന്നു. അത് M സ്വരാജ് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. അത് സ്വരാജ് പറഞ്ഞത് സത്യവുമാണ്. സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൽ ലീഡ് വാർത്ത, അതായത് 1-ാം പേജിൽ KV സുധാകരൻ എഴുതിയ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ലേഖനമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു നാടക ഗ്രാമവുമായി ബന്ധപ്പെട്ട ഒരു കള്ളൻ വിജയൻ എന്ന് പറയുന്ന, അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിപ്പേര്. അദ്ദേഹത്തെ ആ നാട്ടിൽ അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്നാണ്. ആ കള്ളൻ വിജയനെ കുറിച്ചുള്ള ഒരു ഫീച്ചർ നാടകവുമായി ബന്ധപ്പെട്ട് TC രാജേഷ് സിന്ധു എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ആ ഫീച്ചർ അച്ചടിക്കുന്ന സമയത്താണ് പ്രധാനപ്പെട്ട ആളുകൾ കണ്ടെത്തിയതും അതിനുശേഷം അങ്ങനെ കള്ളൻ വിജയൻ എന്ന തരത്തിൽ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നാൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ വാരാന്ത്യ പതിപ്പ് തന്നെ പുറത്തിറക്കണ്ട എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. പിന്നീടാണ് VS അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പ് ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങിയില്ല എന്ന് വിവാദം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ വാരാന്ത്യ പതിപ്പ് നാളെ ഞായറാഴ്ച ഇറക്കേണ്ടത് തിങ്കളാഴ്ച ഇറക്കാൻ ദേശാഭിമാനിയുടെ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഇറക്കുമ്പോൾ VS മരിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് VS അച്യുതാനന്ദൻ സ്പെഷ്യൽ എന്ന തരത്തിലായിരിക്കാം നാളെ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് വരിക. അതല്ലാതെ M സ്വരാജ് പറഞ്ഞതുപോലെ TC രാജേഷ് സിന്ധുവിനെ ഒരുപക്ഷെ M സ്വരാജിന് റെസിഡന്റ് എഡിറ്ററിന് നേരിട്ട് അറിയണമെന്നൊന്നുമില്ല, അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തോട് ദേശാഭിമാനിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ലേഖനം ചോദിച്ച് വാങ്ങിയിരുന്നു എന്നത് സത്യമാണ്. ശരി, റഹീസ് റഷീദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആ വിവാദം അവസാനിക്കാൻ സാധ്യതയില്ല. തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം.